അസ്സാം വലൈക്കും, വെൽക്കം ടു ടിൻസ് മലബാർ കിച്ചൺ. കുറേ കാലത്തിന് ശേഷം എൻ്റെ വോയിസൊക്കെ ഇട്ടുന്നത്. ഇപ്പം ഞങ്ങളുള്ളത് മധുരയിലാണ്. ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് കരുതി. ഇപ്പോൾ ഞങ്ങൾ റംസാൻ്റെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. ഒക്കെ അടുത്തടുത്താണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് റിനുമിനുവിന് ചെടികൾ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2 റോസ് മേടിക്കാൻ പോയി. ഇങ്ങനെ റോഡ് സൈഡിൽ ഇതാക്കണതൊക്കെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നല്ല വണ്ടിയിൽ പോയി രണ്ടുപേരും ഓരോന്ന് സെലക്ട് ചെയ്തു. ഒന്ന് വെള്ളയും ഒന്നിങ്ങനെ ഡബിൾ കളറാണ് എന്ന് അയാൾ പറഞ്ഞത്. ഇനി അതുണ്ടായി കഴിയണം. ഇങ്ങനെ പീച്ച് പോലത്തെ ഒരു കളറും വൈറ്റും ആയിട്ടുള്ളതായിരുന്നു. അങ്ങനെ രണ്ടുകൾ ഓരോരോ പൂ സെലക്ട് ചെയ്തു. അയാളത് വണ്ടിയിൽ വെച്ചെന്ന് നമ്മളങ്ങനെ ഇത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം തിരിച്ച് വരണം ഷോപ്പിങ്ങിന്. പിന്നെ നമ്മൾ തിരിച്ച് പാത്രങ്ങളൊക്കെ കുറച്ച് മേടിക്കേണ്ട എൻ്റെ സ്ഥലത്തേക്ക് പോകണം. എൻ്റെ ഇടയിൽ ഞാൻ വിശന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇളനീരൊക്കെ കുടിച്ചു. ഇവിടെ കഴിക്കൂല കേട്ടോ. അങ്ങനെ ഇതാണ് ആനന്ദ മെറ്റൽസ്. ഞാനങ്ങനെ എപ്പോഴൊന്നും ഷോപ്പിങ്ങിന് പോകില്ല. അവിടെ എനിക്ക് ഇഷ്ടമല്ല ഷോപ്പിങ്ങിന് വരുന്നത്. അതാണ് അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റീൽ പാത്രങ്ങളാണ്. കുറച്ച് സ്റ്റീൽ പാത്രമാണ്. ഒരു 3 to 4 ഫ്ലോർ ഉണ്ട്. ഓരോന്നിലും ഓരോരോ സെക്ഷനായിട്ടാണുള്ളത്. എനിക്ക് ഇവിടെ നിന്നൊന്നും വേണ്ടിയിരുന്നില്ല. എനിക്കൊരു സ്നാക്സൊക്കെ കോരാനൊരു കയ്യിൽ അത്ര ഇങ്ങനെ തോട്ടക്കയ്യിൽ വേണ്ടിയിരുന്നു. അത് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. പിന്നെ അരിപ്പുണ്ടായിരുന്നു. അരിപ്പ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അരിപ്പൊക്കെ ഞാൻ ഓരോരോ വർഷത്തിലൊരിക്കൽ ചേഞ്ച് ചെയ്യും. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ എന്താ വെച്ചാൽ സ്റ്റേഷനറി ഐറ്റംസ്, ബുക്കുകൾ, കുട്ടികളെ ക്ലിപ്പ്, ഹെയർ ബാൻഡ്, അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ മിനുവിൻ്റെ ഡ്രസ്സിന് മാച്ച് ചെയ്യാറുണ്ടോന്ന് 2 ക്ലിപ്പുകൾ എടുക്കുന്നുണ്ട്. പിന്നെ ഈ ബിസ്ക്കറ്റ്, ഒരു കോയിൻ ബിസ്ക്കറ്റ് മാത്രമേ ഇത് ഈ കുട്ടികൾ കഴിക്കും. അങ്ങനെ അത് മേടിച്ചു. ഇവർ ഓരോരോ ഫ്ലോറിലും നമ്മൾ എന്ത് മേടിച്ചോ അതുപോലെ സ്കാൻ ചെയ്യും. എന്നിട്ട് താഴത്താണ് ബില്ലിങ്. ഇത് പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെക്കണ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ബൗളുകൾ. ഇതൊക്കെ റിലയൻസിലാണ് കേട്ടോ. എപ്പോഴും വില നല്ല കുറവ്. റിലയൻസിൽ നല്ല ഓഫറുകൾ വരും. നല്ല പകുതി വിലക്കൊക്കെ കിട്ടും. പിന്നെ ഇങ്ങനത്തെ ഈ പാത്രം തന്നെ ഇതിൻ്റെ മുകളിലുള്ള ലിഡൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ടൈപ്പ് അല്ല, അത് പ്ലാസ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ മല്ലി, മഞ്ഞൾ, മുളകുള്ള കറികളൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ 2-3 വർഷമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ കളറും മങ്ങും. ഇത് തന്നെ ഇപ്പോൾ കളറിലും വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ റിലയൻസിൽ. അതേപോലെ കളറിൻ്റെ ലിഡായിട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതാണ്. പിന്നെ എനിക്ക് ഇതൊന്നും വേണ്ടിയിരുന്നില്ല. എനിക്ക് ആകെ ജഗ്ഗിന് ഇവിടുന്ന് വേണ്ടിയിരുന്നത്. ജഗ് ഇതാ ഇങ്ങനെ കട്ടി കുറഞ്ഞ ജഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് നല്ല സാധനമാണ്. പക്ഷേ അത് സത്യം പറഞ്ഞാൽ ഞാൻ പിന്നെ തിരിച്ചുകൊണ്ടേ കൊടുത്തു. എൻ്റെ ചേച്ചി ജോലിക്കാരത്തി ഇത് വേണ്ട, പൊട്ടും പറഞ്ഞിട്ട് അത് മാറ്റി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം വന്നിട്ട് തിരിച്ചു കൊടുത്തു. അതിന് പിന്നെ എനിക്ക് വേണ്ടിയിരുന്നത് ഒരു ഫ്ലാസ്ക് ആയിരുന്നു. എനിക്ക് കുറച്ച് മതി, ഞാൻ മാത്രമേ ചായ കുടിക്കുകയുള്ളൂ. അപ്പോൾ 500 ml ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ എനിക്കൊരു നല്ല കപ്പ് കുടിച്ച് കഴിഞ്ഞാൽ ഒറ്റ ഗ്ലാസ് ചായക്കേ ഉണ്ടാവുള്ളൂ. എനിക്ക് ചെറുതായിട്ടൊരു തോന്നൽ അത് കുറവാണെന്ന്. എനിക്ക് 1 ലിറ്റർ വേണ്ട എന്നാണ്. അപ്പോൾ അതിൻ്റെ അരിയിലുള്ളത് വേണം. മിനുവിന് ഈ കളർ കണ്ടപ്പോൾ കളറിൽ ബ്ലൂ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാനത് എടുക്കാനാണ് നിന്നത്. പക്ഷേ ഒരു വലിയൊരു മഗ്ഗിലുള്ള ചായ, അതായത് ഏകദേശം 1 ഗ്ലാസ് ചെയ്തേ ഉള്ളൂ. അപ്പം ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. എൻ്റെ അടുത്ത് ഫ്ലാസ്ക് ഇല്ല, തീരല്ല. അതാണ്. പിന്നെ ഞാൻ ചേച്ചിനോട് 1 ലിറ്ററിൽ താഴെയുള്ളത് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തരാൻ പറഞ്ഞു. പിന്നെ ചേച്ചി ഇതാണ് തന്നത്. അവസാനം ഞാൻ അതാണ് എടുത്തത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് ഫ്ലോറിലാണ്. ലാസ്റ്റ് ഫ്ലോറിൽ കെറ്റിൽ നോക്കാനായിട്ടോ നിൽക്കുന്നത്. ഇത് വെറുതെ അങ്ങനെ കണ്ടപ്പോൾ എടുത്തതാണ്. കുക്കറിൻ്റെ ഒക്കെ നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ. എല്ലാ ബ്രാൻഡഡും ഉണ്ട്. പ്രീമിയർ ഉണ്ട്, പ്രസ്റ്റീജ് ഉണ്ട്, ഓക്കിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു സൈഡിൽ മിക്സികൾ. എനിക്ക് വേണ്ടത് കെറ്റിലാണ് കേട്ടോ. കെറ്റിൽ
ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാമെന്നായിരുന്നു ഞാൻ കരുതിയത്. അതിന് എനിക്ക് ഒരു 1.5 ലിറ്ററിൽ കൂടുതലുള്ള കെറ്റിൽ വേണം. ഇത് 1.8 ലിറ്ററാണ്. ബ്ലാക്ക് എപ്പോഴും ഇല്ലാതല്ലേ വെച്ചിട്ട് ഞാൻ കോപ്പറിൻ്റെ എടുത്തു. അതൊക്കെ തന്നെ. പിന്നെ സ്റ്റൗകളൊക്കെ ഉണ്ട്, എല്ലാ സൈസിലുള്ള സ്റ്റൗ, എല്ലാ 3 ബർണർ 2 ബർണർ എല്ലാ ബ്രാൻഡിൻ്റെ ഉണ്ട് കേട്ടോ. പ്രീമിയറിൻ്റെ, പ്രസ്റ്റീജിൻ്റെ. പിന്നെ ഇവിടെ ഉള്ളത് സ്റ്റീലിൻ്റെ പാനുകൾ കുറേ ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റീലിൻ്റെ ഈ പാനുകളാണ്. ഇത് 18 സെൻറ്റിമീറ്റർ 20 അങ്ങനെയൊക്കെ നമുക്കൊരു ഉപ്പേരിയൊക്കെ ഇടാനുള്ള, ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു ഇതിലും. ഇത് കുറച്ച് നല്ല കോസ്റ്റ്ലിയാണ്. 2500 2800 ആ ഒരു റേറ്റിലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ള പാനുകളൊക്കെ ഇങ്ങനത്തെ ഒരു ഇതാണ്. നമ്മളെ നാട്ടിൽ അത്രയ്ക്ക് അങ്ങോട്ട് സെലക്ഷനൊന്നുമില്ല. അതാണ് സത്യം പറഞ്ഞാൽ എനിക്കിവിടെ ഷോപ്പിംഗ് ഇഷ്ടമല്ലാത്. നമ്മളെ അടുത്തുള്ളതിൻ്റെക്കാട്ടിലും നല്ലത് കിട്ടട്ടെ, അതിവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ഷോപ്പിംഗ് വല്ലാതെ നടത്തും. ഓഫറൊക്കെ ഇട്ടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു സാധനം കണ്ടാൽ ഭംഗി ഉണ്ടായിട്ട് നമ്മൾ മേടിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇത് ഇവിടെ ഇല്ല കേട്ടോ. ഇപ്പോഴും ഇല്ല, അങ്ങനെ ഒരു ഇതൊന്നുമില്ല. സാധാരണ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓരോരോ സാധനങ്ങൾ കിട്ടുന്നേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാം ബില്ലടിക്കുകയാണ് ഇപ്പോൾ. പിന്നെ നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. കഴിഞ്ഞ് അതൊക്കെ മേടിച്ചതൊക്കെ ഒന്നിങ്ങനെ അൺബോക്സ് ചെയ്യുന്നതും കാണിക്കാമെന്ന് കരുതി. ഇത് ഈ കെറ്റിൽ അവിടുന്ന് മേടിച്ചതാണ് കേട്ടോ. അതപ്പോൾ കെറ്റിൽ മേടിച്ചതുണ്ട്. പിന്നെ ഇതിൽ ചിലത് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആമസോണിൽ ഇതൊക്കെ ഓർഡർ ചെയ്ത് തന്നതാണ്. കാരണം ഞാൻ നോമ്പിന് സ്നാക്സ് ഉണ്ടാക്കാറില്ല. എൻ്റെ എസ്പെൽ റൂൾ പ്രകാരം ഞാൻ സ്നാക്സ് ഉണ്ടാക്കിയേ ഇല്ല, തീരെ ഉണ്ടാക്കില്ല. 1 2 3 ദിവസം ഉണ്ടാക്കിയാലേ ഉള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ സ്നാക്സൊക്കെ ഉണ്ടാക്കി വെച്ച് സ്റ്റോർ ചെയ്യാൻ, അതേപോലെ ചിക്കനോ മീനൊക്കെ ഇതൊക്കെ വെക്കാനുള്ള ഒരു ബൗൾ എന്നുള്ളതിൽ അത് മേടിച്ചതാണ്. ഇപ്പം ഞാൻ ഈ പൊട്ടിക്കുന്നത് 1000 ml ആണ്. ഇതിന് കുറച്ച് വില ഉണ്ട്. അത് 3 സെറ്റൊക്കെ നമ്മളത് 1 at a ടൈം മേടിച്ചാൽ മതി, ലൈഫ് ലോങ് ഉണ്ടാവും. ഇതിൻ്റെ മുന്നേ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ അതിൻ്റെ ലിഡൊക്കെ പൊട്ടും. ഇങ്ങനെ ഈ റിലയൻസിന് മേടിക്കുന്നതൊക്കെ അല്ലേ, ലിഡ് കുറേ കഴിയുമ്പോൾ പൊട്ടും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊരു ആഷ് കളറാണ് ഇതിൻ്റെ ലിഡ്, നല്ല ക്വാളിറ്റിയിലുള്ള ലിഡാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ്. അതിനൊരു ഗ്ലാസ് ടൈപ്പ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലിഡാണുള്ളത്. അത് ശരിക്കും ഫ്ലാറ്റാണ്. അതായത് നമുക്ക് കട്ട്ലറ്റൊക്കെ ഇട്ട് വെക്കാൻ, ഉന്നക്കായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു ഫുൾ ഫ്ലാറ്റ് ആയിട്ടുള്ളത് അത് അങ്ങനത്തെ ഒരു 4 ബോക്സ്. സത്യം പറഞ്ഞാൽ 4 ബോക്സ് അല്ല, ഇതിൽ 5 ബോക്സ് ഉണ്ടായിരുന്നു. ഒന്നിൻ്റെ ലിഡ് കാണാനില്ല. എന്നിട്ട് ഞാൻ കവറ് പൊട്ടിച്ചതിലൊക്കെ ഞാനൊന്നുകൂടി നോക്കിയിട്ടുണ്ടായിരുന്നു, ലിഡ് കാണാനില്ല. അപ്പോൾ ഞാൻ ഇക്കൊക്കെ വന്നപ്പോൾ അവരോട് ചോദിച്ചു, ഒന്നെങ്കിൽ 2 4 6 അങ്ങനെയാണ് കിട്ടുക. ഇത് 5 എണ്ണം ഉണ്ട്, ഒന്നിന് ലിഡും ഇല്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ഡൗട്ടായിരുന്നു, എങ്ങനെ അങ്ങനെ വന്നു എന്നുള്ളത്. എന്തായാലും 5 എണ്ണം വരില്ല, ഒന്നിൽ 6 എണ്ണത്തിൻ്റെ ഓർഡർ ചെയ്തിട്ട് ഒന്ന് ഇതായതാക്കാരം, അങ്ങനെയൊക്കാരം. ഇതൊക്കെ ചോദിച്ചു. അപ്പോൾ പിന്നെ ഒക്കെ ഓർഡറിൻ്റെ ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴും 4 ഓർഡർ ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയത് 5 എണ്ണമാണ്. പക്ഷെ ഒന്ന് വിത്തൗട്ട് ലിഡാണ്, ഇതിന് ലിഡില്ല. അതാണ് ഇപ്പോൾ അത്ര പ്രശ്നം. കുഴപ്പമില്ല. ഇതിലുള്ള വലിയ ബോക്സ് 2000 ml ആണ്. പിന്നെ ഇതെല്ലാം മൈക്രോവേവ് സേഫാണ്, മൈക്രോവേവിൽ വെക്കാൻ പറ്റും. സമൂസൻ്റെ ആ ഒരു ഇത് വന്നിട്ടില്ല അപ്പോൾ, അതാണ്. അത് ഞാൻ കുറച്ച് റിവ്യൂ ഒക്കെ ചോദിച്ചു അത് എങ്ങനെയുണ്ട് എന്നുള്ളത്. കാരണം ഇവിടെ സമൂസൻ്റെ ലീഫ് കിട്ടില്ല. ഇവിടെ ചിക്കൻ സ്റ്റോക്ക് എന്താണെന്ന് ചോദിച്ചാൽ അറിയാത്ത ആൾക്കാരാണ്. മധുരേൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇട്ടാം. പിന്നുള്ളതൊരു ഫ്ലാസ്ക്കാണ് കേട്ടോ. ഒരു 700 2 ഗ്ലാസ്സൊക്കെ കൊള്ളും. 700 ml ആണ്, അത്രയേ ഉള്ളൂ. ഇത് പിന്നെ ഒരു സ്റ്റാൻഡാണ് കിച്ചണിൽ വെക്കാൻ. എൻ്റെ ഉപ്പ് കുറച്ച് സാധനങ്ങൾ എനിക്ക് വെക്കാനുള്ളത്. സ്റ്റാൻഡ് ഒരു റൗണ്ടിലുള്ളതാണ് കേട്ടോ. ഇത് പിന്നെ ഓയിൽ വെക്കാനുള്ള സ്റ്റാൻഡ് ഞാൻ മലേഷ്യയിൽ നിന്ന് വന്നപ്പോൾ കൊടുന്നതായിരുന്നു, അവിടുത്തേതായിരുന്നു. പക്ഷേ എൻ്റെ അത്
അപ്പോൾ വന്നപ്പോൾ തന്നെ കുറച്ച് ഡാമേജ് ഉണ്ടായിരുന്നു അതിന്, പൊട്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്തത്. അതൊക്കെ ഇപ്പോൾ വരും. ഇതൊക്കെ ഓഫറിൽ കണ്ടപ്പോൾ ഇങ്ങനെ മേടിക്കുന്നതാണ് കേട്ടോ. ഇതാ ഡ്രസ്സ് ഇടാനുള്ള ബോക്സാണ്. ഇത് എൻ്റെ അടുത്തുണ്ട് ആമസോണിലോ എവിടുന്ന് മേടിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ആമസോണിൽ ഞാനൊരു 500-ന് 12 പീസസ് ഞങ്ങൾ മേടിക്കാറുണ്ട്. 12 പീസസ് കിട്ടും 500-ന്. പക്ഷേ അതിലാണ് ഞാൻ ഡ്രസ്സുകളൊക്കെ ഇട്ട് വെക്കാറ്. ഇപ്പം നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് വരുന്നതിൻ്റെ മുന്നേ ഞാൻ അതിൽ എല്ലാ ബെഡ്ഷീറ്റ് എല്ലാതും അതിലിടും. പക്ഷേ അത് ഡെയിലി യൂസിന് നമുക്ക് അങ്ങനെ പറ്റില്ല. അതിൻ്റെ അടുത്ത് 5 വർഷമായിട്ട് അത് ഉണ്ടായിട്ട്. അതിന് ശേഷം ഇതൊന്നും കൂടി നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇത് കുറച്ച് കാശ് വില ഉണ്ട് കേട്ടോ. 4 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. 4 എണ്ണം ഇതിലൊരു ഇരുമ്പിൻ്റെ ഇതൊക്കെ ഉണ്ട്. അതായത് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കും അത്, അങ്ങനെയാണ്. പക്ഷെ ഇത് കണ്ടാൽ ചെറുതാണെങ്കിൽ ഇത് നല്ലോണം അതിൽ സാധനങ്ങൾ കൊള്ളുന്നുണ്ട് കേട്ടോ. 2 സിപ്പ് ഉണ്ടാവും, ഒന്ന് മുകളിലും ഒന്ന് സൈഡിലും. അങ്ങനെയാണ്, നല്ല സാധനമാണ്. എനിക്ക് കണ്ടപ്പോൾ ചെറുതാണ് തോന്നി. പിന്നെ ഞാൻ അതിൽ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല സ്ട്രോങ് ആണ്, നല്ല സാധനമാണ്. അതായത് എപ്പോഴും ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് വെക്കണ ഇത് എപ്പോഴും ഇങ്ങനെ സിബ് ഊരിയിട്ടാണ് തോന്നുന്നത്. മറ്റേതിൻ്റെ ഇത് കേട് വന്നു ഒരു 3-4 എണ്ണം. പിന്നെ അതിനെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം 5 വർഷം 500 റുപ്യേൻ്റെ സാധനം ഉപയോഗിച്ചില്ലേ, അത്ര വിലക്കം മതി എന്നിരുന്നില്ല. ഇതാണ് ഇപ്പോൾ ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ. ഈ സ്റ്റാൻഡാണ് ഞാൻ മേടിച്ചത് കേട്ടോ. ഈ സ്റ്റാൻഡ് മേടിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തുള്ള ആ ട്രേ കുറച്ച് വലുതും മുകളിലുള്ള ട്രേ കുറച്ച് ചെറുതുമാണ്. അപ്പോൾ നമ്മളെ ബോട്ടിലുകളൊക്കെ ഇങ്ങനത്തെ ബോട്ടിലുകൾ ഇതൊക്കെ ആണെങ്കിൽ ആദ്യം ബോട്ടിലിൻ്റെ റേഡിയസൊക്കെ എടുത്തതിന് ശേഷം മേടിക്കാൻ നോക്കുക. പക്ഷെ എനിക്ക് വലിയ കുഴപ്പം ഇതായില്ല. അങ്ങനെ ഇത്ര സാധനങ്ങളാണ് ഞാൻ മേടിച്ചത്. ഇതൊന്നും ഉണ്ടാക്കി നോക്കണം, ഒരു ഐഡിയ ഇല്ല അതെങ്ങനെ ആയോ എന്നുള്ളത്. ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇപ്പോൾ മേടിച്ച സാധനങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ. പുതിയ വിശേഷങ്ങളായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം ഇൻഷാ അല്ലാ. ബൈ.